ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ദിലോ കാ മിലൻ യൂണിറ്റ് 3 അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്ററിന്റെ പേര് ദില്ലി മേ ഉനീന്ദേ, ഗഗൻ ഗില്ലാണ് രചിച്ചിട്ടുള്ളത്. ഇതൊരു സംസ്മരണാണ്. സംസ്മരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മക്കുറിപ്പാണ്. അപ്പം ദില്ലി മേ ഉനീന്ദേ എന്ന് വെച്ചാൽ ഡൽഹിയിൽ, ഉനീന്ദേ എന്ന് വെച്ചാൽ ഉറക്കമില്ലാതെ എന്നാണ്. അപ്പോൾ എന്താണ് ആ ഉറക്കമില്ലാതെയുള്ള അനുഭവം എന്ന് നമുക്ക് നോക്കാം. റോസ് ജൈസാ ദിൻ ഹെ. റോസ് ജൈസാ ദിൻ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പോലൊരു ദിവസം തന്നെയാണ്. ഫെബ്രുവരി കി ഷാം ഹവാ മേ ഠണ്ടക് ഹെ. ഫെബ്രുവരി കി ഷാം എന്ന് പറഞ്ഞാൽ എന്താ, ഫെബ്രുവരിയിലെ ഷാം ഒരു ഈവനിങ് സമയമാണ്. ഹവാ മേ ഠണ്ടക് ഹെ, കാറ്റില് ഒരു തണുപ്പ് ഉണ്ടായിരുന്നു. അത് തണുപ്പ് കാറ്റാണ് അടിക്കുന്നത്. മേ അബി അബി സ്വാതി സെ സാഹിത്യ അക്കാദമി കെ കുച്ച് പ്രകാശൻ ഖരീദ് കർ ഇസ് സഡക് പർ പहुंची हूं. ഞാൻ ആണെങ്കിൽ ഇപ്പോൾ സ്വാതിയിൽ നിന്ന് സാഹിത്യ അക്കാദമിയിലെ കുറച്ച് പ്രകാശൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സിബിറ്റ് ചെയ്തിരുന്ന സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടാണ് ഇപ്പോൾ വരുന്നത്. സഡക് പർ പहुंची हूं, ഇപ്പോൾ റോട്ടിലെത്തിയിട്ടുള്ളൂ. മന്ദിർ മാർഗ് പർ സഡക് സുൻസാൻ ഹെ. അമ്പലത്തിന്റെ ആ ഭാഗത്തായിട്ട് സഡക്, മന്ദിർ എന്ന് വെച്ചാൽ അമ്പലം, സഡക് എന്ന് വെച്ചാൽ റോഡ്, സുൻസാൻ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാല് വിജനമാണ്, അധികം ആളുകൾ ഇല്ലാണ്ടാണ് കിടക്കുന്നത്. ബിർള മന്ദിർ കി ബഹർ ദോ ഏക് ഓട്ടോ ഖടി ഹെ. ബിർള മന്ദിറിന്റെ പുറത്തായിട്ട് ഒന്നോ രണ്ടോ ഓട്ടോകൾ നിൽക്കുന്നുണ്ട്. ഏക് സെ മേ പൂച്ച്തി ഹൂം ചൽനാ ഹെ ബാഠിയെ വ കേത്ത ഹെ. അങ്ങനെ അതിലൊരു ഡ്രൈവറിന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ചൽനാ ഹെ ഇപ്പൊ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ബാഠിയെ ഇരുന്നോളൂ എന്ന് പറയാണ്. മേ ഗിർത്തി പടുത്തി അപ്നി കിതാബെ സീറ്റ് പർ ജമാത്തി ഹും. അപ്പോൾ സാഹിത്യ അക്കാദമിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ബുക്ക് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതില് കുറച്ച് ബുക്സ് ഒക്കെ എടുത്ത് ഗിർത്തി പടുത്തി എന്ന് വെച്ചാൽ എങ്ങനെ വെക്കോ, കഷ്ടപ്പെട്ട് എന്താണ് ബുക്സ് എടുത്തിട്ട് സീറ്റിൽ വെക്കുന്നു. ജമാത്തി ഹു എന്ന് വെച്ചാൽ എടുത്ത് വെക്കുന്നു, ആ സീറ്റിൽ എടുത്ത് വെക്കുന്നു ബുക്സ്. उसे चलने में अभी देर है. उसके शरीर की हरकत में एक अजीब सी थकान है. അയാള് ഇപ്പോ വരാനായിട്ട്, ഇവിടുന്ന് പോവാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഉസ്കെ ശരീർ കി ഹർക്കത് മേ, അയാളുടെ ശരീരം കാണുമ്പോൾ എന്താണ്, ഏക് അജീബ് സി ഥക്കാൻ ഹെ എന്ന് വെച്ചാൽ ഒരു വിചിത്രമായിട്ടുള്ള ഒരു, ഥക്കാൻ എന്ന് വെച്ചാൽ ക്ഷീണം, അജീബ് എന്ന് വെച്ചാൽ വിചിത്രമായ. വ അപ്നി സീറ്റ് കെ നീച്ചെ സെ നിക്കാൽ കർ ഏക് ഗന്ദ ഉധട ആദി ബാഹ് കാ ഭൂര സ്വെറ്റർ പെഹൻ രഹാ ഹെ. അയാൾ എന്താണ് ചെയ്യുന്നത്, തന്റെ സീറ്റിന്റെ താഴെ നിന്നും ഒരു ഗന്ധ, ഒരു ഡേർട്ടി ആയിട്ടുള്ള, അത്ര നീറ്റൊന്നും അല്ലാത്ത ഉധുട, ഉധുട എന്ന് വെച്ച് കഴിഞ്ഞാല് കീറിയിട്ടൊക്കെ ഉള്ള, ആദി ബാഹ് ക ഭൂര സ്വെറ്റർ. ആദി ബാഹ് എന്ന് വെച്ചാൽ ഹാഫ് സ്ലീവ്ഡ് ആയിട്ടുള്ള, ഭൂര സ്വെറ്റർ എന്ന് വെച്ചാൽ ഒരു ബ്രൗൺ കളറുള്ള സ്വെറ്റർ എടുത്തിട്ട് ഇടുന്നു. ധീരെ ധീരെ, അങ്ങനെ പതുക്കെ പതുക്കെയാണ് ഇടുന്നത്. അപ്പൊ ഈ ഓട്ടോ ഡ്രൈവർ അങ്ങനെ പെട്ടെന്ന് ഓടിപ്പടഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല, പതുക്കെ പതുക്കെയാണ് ചെയ്യുന്നത്. അബി മേരാ ധ്യാൻ ഉസ്കെ ചെഹരെ കി തരഫ് നഹീ ഗയാ, ഉസേ മേ ബാദ് മേ ദേഖൂംഗി. ഞാന് അയാളുടെ ശരീരം, ആ ഒരു ശരീരത്തിന്റെ ക്ഷീണമൊക്കെയാണ് ശ്രദ്ധിച്ചത്, മുഖം ശ്രദ്ധിച്ചിട്ടില്ല, അത് പിന്നീട് നോക്കാമെന്നാണ് പറയുന്നത്. ഓട്ടോയ്ക്ക് ഡ്രൈവിംഗ് ആയിനേമേ, അതായത് ആ ഓട്ടോയിന്റെ മിററില്, ജിസ്മേ ഉസ്കി ആഖേ ഓർ ബി ധസി ദിഖേങ്കി. ധസി എന്ന് വെച്ചാൽ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന, അപ്പൊ ഓട്ടോന്റെ മിററിലാണെന്നുണ്ടെങ്കിലും ഈ വ്യക്തിയുടെ കണ്ണ് ഒന്നും കൂടെ ഇങ്ങനെ കുഴിഞ്ഞാണ് കാണപ്പെടുക. ഓർ ചെഹരെ കി ഹഡ്ഡിയ ഓർ ബി ഉഭരി, എന്നിട്ട് മുഖത്തുള്ള ഹഡ്ഡി, ചെഹര എന്ന് വെച്ചാൽ മുഖം, ഹഡ്ഡി എന്ന് വെച്ചാൽ എല്ലുകള്, അതൊക്കെ നന്നായിട്ട്, ഉഭരി എന്ന് വെച്ചാൽ നന്നായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു ഈ മിററിൽ നോക്കുമ്പോൾ. ഉസ്കെ ചെഹരെ പർ ഭൂഖ് ഓർ ബിമാരി കെ അലാവ ഏക് ഓർ ചീസ് ബി ദിഖേഗി. പിന്നെ ഈ വ്യക്തിയുടെ മുഖത്ത് ഭൂഖ്, അതുപോലെ തന്നെ ബിമാരി, അതായത് വിശപ്പും അസുഖവും കെ അലാവ എന്ന് വെച്ചാൽ അത് കൂടാതെ വേറെ ഒരു കാര്യം കൂടിയും കാണാനായിട്ട് കഴിയും. ദിഖേഗി എന്ന് പറഞ്ഞാൽ കാണാനായിട്ട് കഴിയും എന്നാണ്. അബി മുജെ ഉസ്കാ നാം നഹി മാലൂം, എനിക്കിപ്പോ അയാളുടെ പേരറിയില്ല. ആനെ വാലെ ദിനോ മേ മേ ഉസ്കെ ലിയെ ബിൽക്കുൽ സട്ടീക് ശബ്ദ് ഡൂണ്ട് പാऊंगी. ആനെ വാലെ ദിനോ മേ എന്ന് വെച്ചാൽ വരാൻ പോകുന്ന ദിവസങ്ങളില്, മേ ഉസ്കെ ലിയെ ബിൽക്കുൽ സട്ടീക് ശബ്ദ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ശബ്ദ്, ശബ്ദം എന്ന് പറഞ്ഞ പേരായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒരു വാക്ക് ആ ഒരു വ്യക്തിനെ വിശേഷിപ്പിക്കാനായിട്ട്. ഡൂൺ പാऊंगी, എനിക്ക് അത് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. ലേക്കിൻ അബി നഹി യ ബാദ് മേ ഹോഗ, പക്ഷെ അത് ഇപ്പോഴല്ല, അത് പിന്നീടാണ്. വ ചൽത്താ ഹെ, ഓട്ടോ ചലത്തെ ഹി ഉസ്കി ഖാസി ശുരു ഹോ ജാത്തി ഹെ. അങ്ങനെ ഓട്ടോ സ്റ്റാർട്ട് ആവാണ്. ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ആ ഒരു വ്യക്തി की खांसी എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമക്കാനായിട്ട് തുടങ്ങാണ് ആ വ്യക്തി. മാലൂം നഹി ഉസേ ठंड लग रही है या हम ट्रैफिक की
ദം ഘോട്ടു കെ ബീച്ചോ ബീച്ച് ആ ഗയേ ഹെ. എന്നിട്ട് മാലൂം നഹി എന്ന് വെച്ചാൽ അറിയില്ല, ഉസേ ठंड लग रही है, ആ വ്യക്തിക്ക് തണുത്തിട്ടാണോ, യാ ഹം ട്രാഫിക് കി ദം ഘോട്ടു കെ ബീച്ചോ ബീച്ച് ആ ഗയേ ഹെ. അപ്പൊ ആ വ്യക്തി തണുത്തിട്ടാണോ ഇങ്ങനെ ചുമക്കുന്നത്, അതോ ഇനി നമ്മൾ ട്രാഫിക്കിന്റെ ദം ഘോട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് ജാം ഉണ്ടല്ലോ, നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത പോലെ ഒരു വീർപ്പ് മുട്ടുന്ന പോലെയുള്ള ആ ഒരു ട്രാഫിക്കിൽ പെട്ട് കിടക്കുന്നത് കൊണ്ടാണോ എന്ന് മനസ്സിലായില്ല. ബീച്ചോ ബീച്ച് എന്ന് വെച്ചാൽ ഒത്ത നടുക്കുന്നാണ്. ഹംനെ ദോ മോഡ് പാർ കർ ലിയേ ഹെ ലേക്കിൻ നാ ഉസ്കി ഖാസി റുക്തി ഹെ നാ ഉസ്കാ ഓട്ടോ. അപ്പൊ നമ്മള് ദോ മോഡ് എന്ന് വെച്ചാൽ രണ്ട് വളവ്, നമ്മൾ ഓൾറെഡി രണ്ട് വളവ് കടന്നു കഴിഞ്ഞു, പക്ഷെ ഈ ഓട്ടോ ഡ്രൈവറിന്റെ ചുമ നിന്നിട്ടില്ല, അതേപോലെ തന്നെ ഓട്ടോയും നിന്നിട്ടില്ല, രണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്കെ ബാദ് ഹി മേ ഉസ്കാ ചെഹര ദേഖ്തി ഹൂം. ഇതിന് ശേഷമാണ് ഡ്രൈവറിന്റെ മുഖം റൈറ്റർ കാണുന്നത്. ഡ്രൈവിംഗ് ആയിനേമേ, എവിടെയാണ് ഡ്രൈവിംഗ് ചെയ്യുമ്പോഴുള്ള മിററിൽ. യഹ് ഖാസി കബ് സെ ഹെ മേ പീछे बैठी पूछती हूँ होगी कोई 10-12 साल से. എന്നിട്ട് ഓദർ ചോദിക്കുകയാണ് ഡ്രൈവറിന്റെ അടുത്ത്, യഹ് ഖാസി, ഈ ചുമ എത്ര നാളായിട്ടുണ്ട്, കബ്സെ എന്ന് വെച്ചാൽ എന്ന് മുതലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഡ്രൈവർ പറയാണ് 10-12 साल से, ഒരു 10-12 വർഷമായിട്ടുണ്ട്. കിസി ഡോക്ടർ കോ നഹി ദിഖായ, ഡോക്ടറൊന്നും കാണിച്ചില്ലേ, पैसा भी तो चाहिए उसके लिए, അപ്പോൾ പൈസ വേണ്ടേ അതിനു വേണ്ടിയിട്ട് എന്ന് ചോദിക്കുകയാണ്. हमारी बातचीत टूट जाती है, सड़क के दोनों और ट्रैफिक जा रहा है, सारी दुनिया कार्य व्यापार में लगी है, रुपये का सिक्का सबको दौड़ा रहा है. അങ്ങനെ ഇവരുടെ ബാത്ചീത്ത് എന്ന് വെച്ചാൽ എന്താ, കോൺവെർസേഷൻ. ടൂട്ട് ജാത്തി ഹെ, ഇടയിൽ മുറിഞ്ഞു പോവാണ്. സഡക് കെ ദോനോ ഓർ ട്രാഫിക് ജാ രഹാ ഹെ, ആ റോഡിന്റെ രണ്ട് ഓർ എന്ന് വെച്ചാൽ എന്താണ്, രണ്ട് സൈഡിലും എന്താണ്, ട്രാഫിക് ആണ്. സാരി ദുനിയ കാര്യ വ്യാപാർ മേ ലഗി ഹെ, ഈ ലോകം മുഴുവനും വളരെ ബിസിയാണ്, അവരുടേതായ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. റുപ്പയെ ക സിക്ക സബ്കോ ദൊടാ രഹാ ഹെ, അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ ഓട്ടം ഓടുന്നത്. ദോടന എന്ന് വെച്ചാൽ എന്താണ്, ഓടുക. കിസി കെ ഹിസ്സേ മേ കം കിസി കെ ഹിസ്സേ മേ ജ്യാദ ഉസ്കാ ദം ഫിർ ഫൂൽ രഹാ ഹെ. പിന്നീട് പറയുന്നത് കിസിക്ക് ഹിസ്സേം എന്ന് വെച്ചാൽ ചിലർക്ക് കിട്ടുന്ന, ചിലർക്ക് കുറച്ച് കൂടുതൽ കിട്ടുന്നു, ചിലർക്ക് കുറച്ച് കുറവേ കിട്ടുന്നുള്ളൂ. ഉസ്കാ ദം ഫിർ ഭൂൽ രഹാ ഹെ. അപ്പോ ഈ ഡ്രൈവറിന് പിന്നെയും ശ്വാസം മുട്ടുന്നുണ്ട്, കുറച്ച് ശ്വാസതടസ്സമുണ്ട്. ആപ് ദില്ലി കബ് ആയേ ഥേ 1979 മേ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് താങ്കൾ ഇവിടേക്ക് വന്നത് എന്നുള്ളത്. 1979 പറയുന്നുണ്ട്. घर कहाँ है आपका, താങ്കളുടെ വീട് എവിടെയാണ്. यही है, वह मुझे ऑटो के आईने में से देखता है, जो घर आए मेहमान को देख रहा है. എന്നിട്ട് ഇവിടെ തന്നെയാണ് വീട് എന്നും പറയുന്നുണ്ട്. എന്നിട്ട് ആ മിററിലൂടെ നോക്കുന്നുണ്ട്. ഈ ഡ്രൈവറിന് ബാക്കിലത്തെ കാര്യങ്ങൾ കാണാനായിട്ട് വെച്ചിട്ടുള്ള മിററിന്റെ കാര്യമാണ് പറയുന്നത്. എന്റെ ആ മിററിലൂടെ നോക്കി, ജോ ഘർ ആയ മെഹമാൻ കോ ദേഖ് രഹാ ഹെ, എങ്ങനെയാണോ വീട്ടിൽ വന്ന മെഹമാൻ എന്ന് വെച്ചാൽ ഗസ്റ്റ്, ആ ഒരു വിരുന്നുകാരെ നോക്കുന്നത്, അതുപോലെയാണ് ആ ഓട്ടോന്റെ മിററിലൂടെ ഈ വ്യക്തി ഓധറിനെ നോക്കിയത്. എന്നിട്ട് ഇത്രയും കേട്ട് കഴിയുമ്പോൾ ഓധർ ചോദിക്കുകയാണ്, എന്താ ആപ്കാ മത്ലബ് ഹെ ആപ് തബ് സെ സഡക് പർ ഹി ഹെ. അപ്പൊ താങ്കൾ പറയുന്നത് ആ സമയം തൊട്ടേ താങ്കൾ ഈ ഒരു റോഡിൽ തന്നെയാണോ ജീവിക്കുന്നത് എന്നാണ്. ഹാ യാനി ഉസെ ബിനാ സോയെ 14 സാൽ ബീത് ഗയേ ഹെ. എന്നിട്ട് അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ വ്യക്തി കിടന്നുറങ്ങാതെ ഇപ്പൊ 14 വർഷമായി എന്നുള്ളതാണ്. 14 साल എന്ന് വെച്ചാൽ 14 വർഷം. मैं यह तो बता सकती हूँ कि वह गरीब है, कि उसके पास पूरे कपड़े नहीं है, कि वह किसी भी ऐसे व्यक्ति जैसा लगता है जो फाके का അഭ്യസ്ത് ഹോ. അപ്പോ ഈ വ്യക്തിയെ കണ്ടിട്ട് ഓധറിന് ഒരു കാര്യം പറയാനായിട്ട് പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് कि वह गरीब है, ആ വ്യക്തി ദരിദ്രനാണ്. ഗരീബ് എന്ന് വെച്ചാൽ ദരിദ്രനാണ്, ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. कि उसके पास पूरे कपड़े नहीं है, ആ വ്യക്തിയുടെ അടുത്ത് ഫുൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ഇല്ല, അതാണ് കീറി പറഞ്ഞ സ്വെറ്ററും കാര്യങ്ങളൊക്കെ ഇടുന്നത്. कि वह किसी भी ऐसे व्यक्ति जैसा लगता है जो फाके का अभ्यस्त हो, ആ വ്യക്തിനെ കാണുമ്പോൾ തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് फाके का अभ्यस्त हो എന്ന് വെച്ചാൽ പട്ടിണി കിടന്ന് നല്ല ശീലമുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. लेकिन बेघर तो वह कहीं से नहीं लगता, പക്ഷെ വീടില്ലാത്ത ഒരു വ്യക്തിയോ, വീടില്ലാത്ത വ്യക്തിയാണെന്ന് ആ വ്യക്തിനെ കാണുമ്പോൾ തോന്നുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. आपका मतलब आप इस 3 फीट लंबी
പിछലി സീറ്റ് पर सोते हैं. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ താങ്കൾ ഉദ്ദേശിക്കുന്നത് താങ്കൾ ഈ 3 അടി 3 ഫീറ്റ് ലംബി എന്ന് പറഞ്ഞാൽ 3 അടി നീളമുള്ള ഈ ഓട്ടോന്റെ പിന്നിലെ സീറ്റിലാണ് കിടന്നുറങ്ങുന്നത് എന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി അതേന്നും പറയുന്നുണ്ട്, ഡ്രൈവർ അതേന്നും പറയുന്നുണ്ട്. ഓർ ആപ്കി ചീസേ, അപ്പോൾ നിങ്ങളുടെ സാധനങ്ങളോ ഉൻ पर आप बैठी है, അതിന്റെ മുകളിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നാണ് ഡ്രൈവർ പറയുന്നത്. वह बताता है कि जिस सीट पर मैं बैठी हूँ उसके नीचे उसका बक्सा है जिसमें एक कंबल है, एक जोड़ी कपड़े है और एक कटोरा है. എന്നിട്ട് ആ വ്യക്തി പറയുന്നത് ജിസ് സീറ്റ് पर मैं बैठी हूँ, ഞാൻ ഏത് സീറ്റിലാണോ ഇരിക്കുന്നത്, ഉസ്കെ നീച്ചെ അതിന്റെ താഴെയായിട്ട് ഉസ്ക ബക്സ, ആ ഒരു വ്യക്തിയുടെ ബക്സ എന്ന് വെച്ചൊരു ബോക്സ്, വലിയൊരു ബോക്സ് ഉണ്ട്. ജിസ്മേ एक कंबल है, കമ്പൽ എന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പിളി പുതപ്പ്. एक जोड़ी कपड़े, ഒരു ജോഡി ക്ലോത്ത്സ് ഉണ്ട്. അതുപോലെ തന്നെ और एक कटोरा है, ഒരു പാത്രം ഉണ്ട്. കട്ടോര പാനി പീനേക്ക് കാം ബി ആത്താ ഹെ, ഈ കട്ടോര വെള്ളം കുടിക്കാനായിട്ടുള്ള എന്താണ് ആവശ്യത്തിനും ഉപയോഗപ്പെടും. ഓർ ഖാന റഖ്നേക്ക് ബി, പിന്നെ ഭക്ഷണം വെക്കാനായിട്ടും ഉപയോഗപ്പെടും ഈ പാത്രം. ആപ് ഖാന കഹാ ഖാത്തെ ഹെ, അപ്പോൾ ചോദിക്കുകയാണ് എവിടെ നിന്നാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. കിസി ബി ഢാബേമേ, ഏതെങ്കിലും വഴിയിലുള്ള ഢാബ എന്ന് വെച്ചാൽ ഇങ്ങനെ ചെറിയ കടകൾ ഉണ്ടാവുമല്ലോ ഭക്ഷണം കഴിക്കാനായിട്ട്, അങ്ങനെ എവിടെന്നെങ്കിലാണ് കഴിക്കാന്ന് പറയുന്നുണ്ട്. ഓർ ബാത്റൂം കെ ലിയെ, അപ്പോൾ ബാത്റൂമിലൊക്കെ പോവാനോ. പബ്ലിക് ശൗചാലയ ഹെ, പബ്ലിക് ടോയ്ലറ്റ്സ് ഉണ്ടല്ലോ അവിടെ യൂസ് ചെയ്യും, അത് യൂസ് ചെയ്യുമെന്ന് പറയാണ്. നഹാ മേ കഹി ബി ലേത്താ ഹൂം, കുളിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ വേണമെങ്കിലും കുളിക്കും. സഡക് കെ കിനാരെ കിസി ബി നൽ പർ, അതായത് റോഡിന്റെ സൈഡിലുള്ള ഏതെങ്കിലും ടാപ്പ് ഉണ്ടല്ലോ, നൽ എന്ന് വെച്ചാൽ പൈപ്പ്, ടാപ്പ്, അവിടെ നിന്നൊക്കെ കുളിക്കും. അക്സർ പഞ്ച്കുയ്യ റോഡ് पर नहाता हूँ, इतवार के दिन वह जगह ठीक है, वहाँ मेरे जैसे कई लोग आते हैं. അപ്പൊ സാധാരണയായിട്ട് പഞ്ച്കുയ്യ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കുളിക്കാനായിട്ട് പോകുന്നത്. പഞ്ച്കുയ്യ റോഡിന്റെ അവിടെയുള്ള ഈ ടാപ്പിൽ നിന്നാണ് കുളിക്കാനായിട്ട് പോകുന്നത്. ഇത്തുവാർ കെ ദിൻ, ഇത്തുവാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസങ്ങളിൽ. വ ജഗ ठीक है, ആ സ്ഥലം നല്ലതാണ്. വഹാ മേരെ ജൈസെ കൈ ലോഗ് ആത്തെ ഹെ, അവിടെയാണെന്നുണ്ടെങ്കിൽ എന്നെ പോലെ ഒരുപാട് ആളുകൾ വരും എന്നാണ് പറയുന്നത്. मेरा घर आ गया है, उसका मीटर देखती हूँ तो शक होता है कि रास्ते में कहीं अटक तो नहीं गया था. उससे पूछती हूँ आपका मीटर ठीक तो है ना. അങ്ങനെ ഓധറിന്റെ വീടെത്തി. അപ്പോൾ മീറ്റർ നോക്കുകയാണ്, ഈ ഓട്ടോന്റെ മീറ്റർ നോക്കുന്ന സമയത്ത് ഓധറിന് തന്നെ ഷക്ക് ഹോത്താ ഹെ എന്ന് വെച്ചാൽ ഒരു സംശയം തോന്നാണ്, വഴിയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ആ മീറ്റർ അട്ടക് तो नहीं गया था, സ്റ്റക്ക് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആ മീറ്റർ എന്നുള്ളത്. ഉസ്സെ പൂച്ച്തി ഹൂം, ആ വ്യക്തിയോട് ചോദിക്കുകയാണ് ആപ്കാ മീറ്റർ ठीक तो है ना, നിങ്ങളുടെ മീറ്റർ ശരി തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. वह कहता है जी बिल्कुल ठीक, पिछले 6 साल से 1 पैसे का फर्क नहीं है. അപ്പൊ ആ വ്യക്തി പറയാണ് അതായത് ഇതൊക്കെ ഓക്കെയാണ്, കഴിഞ്ഞ 6 വർഷമായിട്ട് ഒരു പൈസ പോലും വ്യത്യാസം വന്നിട്ടില്ല എന്ന്. ഉത്തരത്തെ ഉത്തരത്തെ ഉസ്സെ പൂച്ച്തി ഹൂം സുനിയെ ക്യാ ഹം കൽ കിസി സമയ മിൽ സക്തേ ഹെ, അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ചോദിക്കുകയാണ് നമുക്ക് നാളെ എപ്പോഴെങ്കിലും ഒന്ന് കാണാനായിട്ട് പറ്റുമോ, മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ക്യോ വ ജാനന ചാത്താ ഹെ, അപ്പൊ ആ വ്യക്തി ചോദിക്കുകയാണ് എന്തിനാണ്. मैं आपके बारे में सब जानना चाहती हूँ. അപ്പോൾ ഓദർ പറയാണ് എനിക്ക് താങ്കളെ കുറിച്ച് എല്ലാം അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഉസ്സെ കുച്ച് ഹോഗാ ക്യാ ക്യാ ഉസ്കെ ബാദ് സർക്കാർ മേരെ ലിയെ കുച്ച് കരേഗി, എന്നിട്ട് ചോദിക്കുകയാണ് അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, അതുകൊണ്ട് സർക്കാർ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യോ എന്നുള്ളത്. യ തോ കഹ നഹീ സക്തി, അപ്പോൾ ഈ ഓദർ പറയുന്നുണ്ട് അതെനിക്ക് പറയാനായിട്ട് പറ്റില്ല. ലേക്കിൻ ആ ബാത് കർനെ കെ ലിയെ ഹാ കരേ തോ കം സെ കം ആം ലോഗോ കോ ആപ്കെ ജീവൻ കെ ബാരെ മേ പതാ ചലേഗ, എന്നിട്ട് പറയുന്നുണ്ട് സർക്കാർ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ആ ബാത് കർണിക്ക് ലിയെ ഹാ കരെ, നിങ്ങൾ സംസാരിക്കാനായിട്ട് ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ തോ കം സെ കം ആം ലോഗോക്കോ, അതെന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ജനങ്ങള് को आपके जीवन के बारे में पता चलेगा, സാധാരണ ജനങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അറിയാനായിട്ട് പറ്റും എന്ന് പറയാണ്. എന്നെ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ, അതിന് സമ്മതിക്കുകയാണെങ്കിൽ എന്നാണ് ഓദർ പറയുന്നത്. ഓർ ആപ്കോ ക്യാ മിലേഗ, എന്നിട്ട് ആ വ്യക്തി ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് കിട്ടുക, താങ്കൾക്ക് എന്താണ് കിട്ടുക എന്നുള്ളത്. मैं अपना काम कर रही होंगी, मैं റേഡിയോ के लिए പ്രോഗ്രാം ബനാ रही हूँ. അപ്പം ഓദർ പറയുന്നുണ്ട് ഞാൻ എന്റെ ജോലി ചെയ്യുകയായിരിക്കും, കാരണം मैं റേഡിയോ के लिए പ്രോഗ്രാം ബനാ रही हूँ, ഞാൻ റേഡിയോക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ठीक है मैं सब समझ रहा हूँ, ठीक है ओके मैं सब समझ रहा हूँ എന്ന് വെച്ചാൽ ഞാൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. आपके पास भी कोई ताकत नहीं है, आप भी मेरे जैसी है. എന്നിട്ട് ആ വ്യക്തി പറയാണ് താങ്കളുടെ പക്കലും कोई ताकत नहीं है, പ്രത്യേകിച്ച് പവറും ശക്തിയൊന്നും ഇല്ല. താക്കത്ത് എന്ന് വെച്ചാൽ എന്താണ്, പവർ, ആ പവർ ഒന്നുമില്ല. आप भी मेरे जैसी है,
താങ്കളും എന്നെ പോലെയാണ്. मैं रोड पर सवारी ढूंढता हूँ और आप कहानी. ഞാൻ റോഡിൽ സവാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിക്ഷയിൽ കയറാനുള്ള ആളുകളുണ്ടല്ലോ, യാത്രക്കാരും, അവരെ ഞാൻ അന്വേഷിക്കും. और आप कहानी, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? കഹാനി, സ്റ്റോറീസ് ആണ് അന്വേഷിക്കുന്നത്. अगर मेरी कहानी सुनने से आपका काम होता है तो मैं आ जाऊंगा. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ സ്റ്റോറി കേൾക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കാര്യം നടക്കുമെങ്കിൽ ഞാൻ വരാം എന്ന് പറയാണ്. കിത്തനെ ബജെ, എപ്പോഴാണ് വരേണ്ടത്? സുബ 10 ബജെ, അപ്പോൾ രാവിലെ 10 മണിക്കാണ് വരേണ്ടത് എന്ന് പറയുന്നുണ്ട്. बहुत अच्छा. अगले दिन वह आता है मेरे घर. करीब 5.5 फीट ऊंची उसकी दुबली काया बड़े कमरे के दरवाजे पर ही सिकुड़ जाती है. वह सोफा पर नहीं फर्श पर बैठ जाता है. അങ്ങനെ अगले दिन वह आता है, അടുത്ത ദിവസം ആ വ്യക്തി വരുന്നു. मेरे घर, എൻ്റെ വീട്ടിലേക്ക്. करीब 5.5 ഫീറ്റ് എന്ന് വെച്ചാൽ ഒരു 5.5 അടിയാണുള്ളത്. 5.5 അടി പൊക്കമുള്ള ആ ഒരു വ്യക്തിയുടെ ദുബ്ലി കായ എന്ന് വെച്ച് കഴിഞ്ഞാല് മെലിഞ്ഞിട്ടുള്ള ആ ഒരു ശരീരം. ബഡേ കമറേക്ക് ദർവാസെ पर ही सिकुड़ जाती है. ആ വലിയ റൂമിന്റെ ഡോറിന്റെ അവിടെ തന്നെ വന്ന് ഇങ്ങനെ സിക്കുഡ് ജാത്തി എന്ന് വെച്ചാൽ ഇങ്ങനെ കൂനിക്കൂടി ഇരിക്കുകയാണ്, വളഞ്ഞു കുത്തിയിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്നും അല്ല ഇരിക്കുന്നത്, കാരണം പറഞ്ഞല്ലോ വയ്യ, ദാരിദ്ര്യം, പട്ടിണിയൊക്കെ ഉള്ള പോലെയാണ് ആ വ്യക്തിയെ കാണുമ്പോൾ. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ടും സ്റ്റേൺ ആയിട്ടൊന്നും നിൽക്കാനായിട്ട് പറ്റില്ല, അങ്ങനെ വളഞ്ഞു കുത്തിയിരിക്കുക. വ സോഫ पर नहीं फर्श पर बैठ जाता है. ഫർഷ് എന്ന് വെച്ചാൽ നിലം, നിലത്താണ് ഇരിക്കുന്നത്, സോഫയിലല്ല. मुझे यहीं बैठा रहने दीजिए, मैं आपका सोफा गंदा नहीं करना चाहता. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ഇവിടെ തന്നെ ഇരിക്കാനായിട്ട് അനുവദിക്കൂ, ഞാൻ താങ്കളുടെ സോഫ ഗന്ദ നഹി കർണ ചാത്ത എന്ന് വെച്ച് കഴിഞ്ഞാല് അതിലൊന്നും അഴുക്കാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. मैं कल की अपनी जान पहचान के नाते उसे दोस्ताना मुस्कान देती हूँ. उसके शरीर में, चेहरे पर, हाथ पाँव में इतनी सारी नीली रगे है मैंने पहले नहीं देखा था. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ കൽക്കി അപ്പനി ജാൻ പെഹച്ചാൻ കെ നാത്തെ, ഇന്നലത്തെ പരിചയം കാരണം, ഉസേ ദോസ്താന മുസ്കാൻ ദേത്തി ഹും, ഞാൻ എന്താണ് ആ ഇന്നലത്തെ പരിചയം ഓർത്തിട്ട് ഒരു ഫ്രണ്ടിനെ പോലെ, ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് ആ വ്യക്തിനെ നോക്കി ഞാൻ ചിരിക്കുന്നത്. ഉസ്കെ ശരീർ മേ ചെഹരെ പർ ഹാത്ത് പാവ് മേ, ആ വ്യക്തിയുടെ ശരീരത്തില്, മുഖത്ത്, അതുപോലെ തന്നെ കയ്യിലും കാലിലൊക്കെ ഇത്തിനി സാരി നീലി രഗി, ഇത്തിനി സാരി നീലി രഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൻസ്, ആ വ്യക്തിയുടെ ശരീരത്തിൽ ആ സകലം എന്താണ് അത്രയും അധികം നീല കളറിലുള്ള ഞരമ്പുകൾ ഇങ്ങനെ പോണതായിട്ട് കാണാം. मैंने पहले नहीं देखा था, वह बैठता है तो जैसे सारी भूख प्यास उसके साथ बैठ जाती है. അപ്പോൾ ഇത്രയും നീല കളറിലുള്ള നേഴ്സ് ഇങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ വ്യക്തി ഇരിക്കുന്ന സമയത്ത് എന്താണ് ജैसे सारी भूख प्यास उसके साथ बैठ जाती है, ആ വ്യക്തിയുടെ ദാഹവും വിശപ്പും ഒക്കെ, ഭൂക്ക് എന്ന് വെച്ചാൽ വിശപ്പ്, പ്യാസ് എന്ന് വെച്ചാൽ ദാഹം, അതൊക്കെ ആ വ്യക്തിയോട് കൂടി ഇരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. കുച്ച് ചായ് വഗേര ലേങ്കെ, അപ്പോൾ ചായയോ വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. വ കുച്ച് ജിജക്ത കുച്ച് ഷർമാത്ത ഹെ, അപ്പൊ ആ വ്യക്തി ജിജക്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ ഹെസിറ്റേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് മടിക്കും, ഇങ്ങനെ ഒന്ന് മടിച്ച്, ഷർമാന എന്ന് വെച്ചാൽ ഒന്നിങ്ങനെ നാണിക്കും. सैंडी मेरे हार्वर्ड के दिनों का साथी अपना टेप रिकॉर्डर लगा रहा है. അപ്പോൾ സാൻഡി, ഓദറിന്റെ ഹാർവേർഡിൽ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് എന്ത് ചെയ്യുന്നു, ടേപ്പ് റെക്കോർഡർ ഓണാക്കുകയാണ്, അത് സെറ്റ് ചെയ്യാണ്. लैटिन अमेरिका के देशों के बाद यह पहला मौका है जब उसका वास्ता तीसरी दुनिया के देश की गरीबी से पड़ रहा है. ലാറ്റിൻ അമേരിക്കയിലെ ദേശങ്ങൾക്ക് ശേഷം ഇത് ആദ്യമായിട്ടുള്ള ഒരു അവസരമാണ്. ജബ് ഉസ്കാ വാസ്ത തീസരി ദുനിയ കെ ദേശോ കി ഗരീബി സെ പഡ് രഹാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സാൻഡിക്ക് ഹാർവേർഡിലുണ്ടായ എക്സ്പീരിയൻസിന് ശേഷം ഈ തേർഡ് വേൾഡ് കൺട്രീസിൽ, അതായത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, വികസിത രാജ്യമല്ല, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ, അവിടുത്തെ പ്രശ്നങ്ങളായിട്ട് ഡീൽ ചെയ്യേണ്ടി വരുന്ന ഒരു അവസരം സാൻഡിക്ക് ഇപ്പോഴാണ് വരുന്നത്. हम भारत में अमेरिका के नेशनल पब्लिक रेडियो के लिए अन्न और भूख श्रृंखला के प्रोग्राम बना रहे थे कि मुझे यह ऑटो ड्राइवर टकरा गया. हम भारत में अमेरिका के नेशनൽ പബ്ലിക് റേഡിയോ के लिए, ഞങ്ങൾ ഇന്ത്യയിൽ അമേരിക്കയുടെ നാഷണൽ പബ്ലിക് റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് अन्न और भूख श्रृंखला के प्रोग्राम बना रहे थे,
അവര് അന്ന ഓർ ഭൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ശൃംഖല ആ ഒരു സീരീസിലുള്ള പ്രോഗ്രാംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കി മുജെ യ ഓട്ടോ ഡ്രൈവർ ടക്രാ ഗയ. ആ സമയത്താണ് ഈ ഓഥർ ഈ ഒരു ഡ്രൈവറിനെ കാണുന്നത്. അന്ന ഓർ ഭൂക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഭക്ഷണവും അതുപോലെ തന്നെ വിശപ്പും എന്നുള്ളതാണ് ആ പരിപാടിയുടെ പേര്. ആ സമയത്താണ് അത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ഡ്രൈവറിനെ ഈ ഓഥർ കാണുന്നത്. അബ് ഹം ഉസ്കി നീന്ത് കെ ബാരെ മേ ജാനന ചാഹത്തെ ഹൈ. അസംഭവ് നീന്ത് കെ ബാരെ മേ. ഇനി നമ്മൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ഉറക്കത്തിനെ കുറിച്ചിട്ടാണ്. നീന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉറക്കം. ഉറക്കത്തെ കുറിച്ചിട്ടാണ് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അസംഭവ് നീന്ത് കെ ബാരേമേ, ഒരിക്കലും സംഭവ്യമല്ലാത്ത ആ ഒരു ഉറക്കത്തെ കുറിച്ചിട്ട്. मैं चाय बना लाती हूँ ताकि हम शुरुआती अटपटेपन में से निकल सके. ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരാണ്. എന്തെന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ്, താക്കി ഹം ശുരുവാത്തി അട്പട്ടേപ്പൻ. ശുരുവാത്തി എന്ന് വെച്ചാൽ തുടക്കത്തിലുള്ള, അട്പട്ടാപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അസ്വസ്ഥത, അതിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടിയിട്ടാണ് ചായ കൊണ്ടുവരുന്നത്. നാം ക്യാ ഹെ ആപ്ക, പേരെന്താണ്, രാജാറാം. പേര് രാജാറാം എന്നാണ്. അതൊന്ന് ശ്രദ്ധിക്കണേ, പേരുകളൊക്കെ മെൻഷൻ ചെയ്യുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഘർ കഹാ ഹെ, വീട് എവിടെയാണ്, ഉന്നാവ് യു പി മേ. പറയുന്നുണ്ട് ഉന്നാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് യു പിയിൽ. ഓട്ടോ ചലാന कैसे शुरू किया, ഓട്ടോ ഓടിക്കാനായിട്ട് എങ്ങനെയാണ് തുടങ്ങിയത് എന്ന് ചോദിക്കുക. പഹലെ 8 साल तक तो റിക്ഷ ചലാത്ത രഹ ചാന്ദിനി ചോക്ക് മേ. ആദ്യത്തെ ഒരു 8 വർഷം ഞാൻ റിക്ഷയാണ് ഓടിച്ചുകൊണ്ടിരുന്നത് ചാന്ദിനി ചോക്കില്. फिर एक बहुत दयालु अमीर आदमी से मुलाकात हो गई. 1.5 साल मैंने उसकी सेवा की. उसे रोज ले जाता था, कभी एक पैसा नहीं लिया. उसने बदले में मुझे यह पुराना ऑटो ले दिया जिसे अब चलाता हूँ. ഇനിയാണ് കഥ പറയുന്നത്. അങ്ങനെ പിന്നീട് ഒരിക്കല് ബഹത് ദയാലു ആദ്മീസെ മില, അതായത് ഒരു അമീർ ആദ്മീസെ, ഒരു അമീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിച്ച് ആയിട്ടുള്ള, ഒരു നല്ല ധനികനായിട്ടുള്ള പക്ഷെ ദയാലു ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടു. മുലാഖാത്ത് ഹുയി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുമുട്ടി, മീറ്റിങ്ങിനെയാണ് മുലാഖാത്ത് എന്ന് പറയുക, കണ്ടുമുട്ടിയതിന്. 1.5 साल मैंने उसकी सेवा की. 1.5 साल എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 വർഷം. അപ്പോൾ 1.5 വർഷം ആ വ്യക്തിയെ തന്നെ സേവിച്ചുകൊണ്ടിരുന്നു. ഉസേ റോസ് ലീ ജാത്താ ഥാ, എല്ലാ ദിവസവും ആ വ്യക്തിയെ കൊണ്ടുപോകും. കബി ഏക് പൈസ നഹി ലിയ, ഒരിക്കലും 1 രൂപ പോലും വാങ്ങിയിട്ടില്ല. ഉസ്കെ ബദലെ മേ മുझे യഹ് പുരാന ഓട്ടോ ലേ ദിയ ജിസെ അബ് ചലാത്താ ഹൂം. അപ്പൊ ആ വ്യക്തിയാണ് എന്നും ഇങ്ങനെ കൊണ്ടുവരികയും ചെയ്തിരുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പഴയ ഒരു ഓട്ടോ വാങ്ങിക്കൊടുത്തത്. ഓക്കെ, വേറൊരു വ്യക്തി വാങ്ങിക്കൊടുത്ത ഓട്ടോ ആണ് ഇപ്പോൾ രാജാറാം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉസ്സെ പെഹലെ ക്യാ കർത്തേ थे, അതിനു മുൻപ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കുകയാണ്. ഗാവ് മേ മസ്ദൂരി കർത്താ ഥാ ഖേത്തോ മേ. അപ്പോൾ ഗ്രാമത്തിൽ മസ്ദൂരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു തൊഴിലാളിയായിരുന്നു, അവിടുത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്നു അവിടുത്തെ വയലുകളിൽ. ഘർ ഹമാര ബാരിഷോ മേ ഡഹ ഗയാ ഥാ, ദോബാര മേ ഉസെ ബൻവാ നഹി പായ. ഭൂഖ് മരി थी. एक दिन मैंने तय किया कि दिल्ली चले. ഡെഹ ജാന എന്ന് വെച്ച് കഴിഞ്ഞാൽ തകരുക. അപ്പോൾ ഞങ്ങളുടെ വീട് ബാരിഷ്മേ, മഴക്കാലത്ത് എന്താണ് നശിച്ചുപോയി. ദുബാര മേ ഉസെ ബൻവാ നഹി പായ, രണ്ടാമത് എനിക്ക് അത് ഉണ്ടാക്കാനായിട്ട്, പിന്നീട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ബുക്ക് മരി थी എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ പട്ടിണിയായിരുന്നു, ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഏക് ദിൻ മാനെ തയ കിയ കി ദില്ലി ചലെ, അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണ് ഞാൻ ഡൽഹിയിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നത്. ഗാവ് മേ കോയി ജമീൻ നഹി थी, ഗ്രാമത്തിൽ ഭൂമി ഒന്നും ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ജമീൻ എന്ന് വെച്ചാൽ ഭൂമി ട്ടോ, സ്ഥലം. നഹി ഹമാരെ പാസ് കബി ജമീൻ നഹി രഹി പുഷ്തോമേ, ഞങ്ങൾക്ക് പുഷ്തോമേ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തലമുറകളായിട്ട് എന്താണ് സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല, പാരമ്പര്യമായിട്ട് അങ്ങനെ ഒന്നും ഇല്ല, ഞങ്ങൾക്ക് ആർക്കും സ്ഥലമില്ല. മേരാ ബാപ്പ് അന്ധാ ഹോ ഗയാ ഥാ ജബ് മേ 14-15 ബരസ് കാ ഥാ. എൻ്റെ അച്ഛന് എനിക്കൊരു 14-15 വയസ്സുള്ള സമയത്ത് അച്ഛൻ അന്ധനായി, അച്ഛൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓർ ഗാവ് മേ മുझे കോയി കാം നഹി മിൽത്താ ഥാ, പിന്നെ ഗ്രാമത്തിൽ എനിക്ക് വേറെ ജോലിയൊന്നും കിട്ടില്ലായിരുന്നു. കോയി ദൂസറ ചാര നഹി ഥാ, വേറൊരു ഓപ്ഷനും ഇല്ല. ദൂസറ ചാര എന്ന് വെച്ചാൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല. ലേക്കിൻ ദില്ലി ഹി ക്യൂ ആനാ ചാത്തേ थे. അപ്പൊ എന്താണ് ഡൽഹിയിലേക്ക് തന്നെ വരാനായിട്ട് ആഗ്രഹിച്ചതിന്റെ കാരണം? ഗാവ് മേ मैं सिर पर बोझ ढोता था और एक रात मैंने सोचा मेरे सिर पर छत तो वैसे भी नहीं है. അങ്ങനെ ഗ്രാമത്തില് ഞാൻ സിർ പർ ബോജ് ഡോത്താ ഥ എന്ന് വെച്ചാൽ തലയിൽ ഭാരം, ബോജ് എന്ന് വെച്ചാൽ ഭാരാണ്, ഭാരം ഡോത്താ ഥ അതിങ്ങനെ ക്യാരി ചെയ്യുമായിരുന്നു, അതെടുത്ത് നടക്കുമായിരുന്നു. ഓർ ഏക് രാത് മാനെ സോച്ച, അങ്ങനെ ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ ആലോചിച്ചു. മേരെ സിർ പർ ഛത്ത് തോ വൈസെ ബി നഹി ഹെ, എൻ്റെ തലയ്ക്ക് മുകളിലായിട്ട് ഛത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽക്കൂര,
रूफ इल्लल्लो क्या फर्क पड़ता है कि मैं गांव के खुले में सोऊं या दिल्ली की सड़क पर. അപ്പൊ ഞാനിപ്പം ഗ്രാമത്തിൽ തുറന്നൊരു സ്ഥലത്ത് കിടക്കുവാണെങ്കിലും ഈ ഡൽഹിയിൽ വന്നിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഖുലി സടക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള റോഡ്, അതായത് ഗ്രാമത്തിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസിൽ കിടക്കുവാണെങ്കിലും ഡൽഹിയിലെ റോഡിൽ വന്ന് കിടക്കുവാണെങ്കിലും എന്താ വ്യത്യാസം? അല്ലെങ്കിലും എനിക്ക് വീടില്ല, എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു മേൽക്കൂരയില്ല. സോ പെഹലെ ഫർക്ക് എന്ന് വെച്ചാൽ വ്യത്യാസം കേട്ടോ. സോ പെഹലെ മേ കാൺപൂർ ഗയാ ഫിർ വഹാ സെ ദില്ലി. അങ്ങനെ ഞാൻ ആദ്യം കാൺപൂരിലേക്ക് പോയി, എന്നിട്ട് അവിടുന്ന് ഡൽഹിയിലേക്ക് പോയി. അബ് ഖുഷ് ഹെ യഹാ പർ. എന്നിട്ട് ചോദിക്കുകയാണ് ഇവിടെ നിങ്ങൾ ഹാപ്പിയാണോ? പേറ്റ് ഭർനെ ആയാ ഥാ മുझे खुशी है कि वह भर लेता हूँ और ऑटो चलाता हूँ, सिर पर बोझ उठाने से तो अच्छा ही है नहीं. അങ്ങനെ ആ വ്യക്തി പറയാണ് പേറ്റ് ഭർനെ ആയാ ഥാ, ഞാൻ എൻ്റെ വയറ് നിറയ്ക്കാനായിട്ടാണ് വന്നത്. മുझे खुशी है, എനിക്ക് സന്തോഷമുണ്ട്. कि वह भर लेता हूँ, വയറ് നിറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. और ऑटो चलाता हूँ, ഓട്ടോ ഓടിക്കുന്നുണ്ട്. सिर पर बोझ उठाने से तो अच्छा ही है. എന്നിട്ട് പറയാണ് തലയിൽ വലിയ വെയിറ്റ് ഒക്കെ താങ്ങി നടക്കുന്നതിനേക്കാളും നല്ലതല്ലേ, എന്തുകൊണ്ടും നല്ലതല്ലേ എന്ന്. मुझे नहीं मालूम बोझ ढोते हुए यह संसार कैसे दिखता है, सड़क पर सोते हुए कैसा, ऑटो में रहते हुए कैसा, मेरे पास उसके प्रश्नों का कोई उत्तर नहीं है. അപ്പോൾ ഓഥർ പറയാണ് എനിക്ക് മുझे മാലൂം नहीं है, എനിക്ക് അറിയില്ല. ബോജ് ഢോത്തെ ഹുए, അതായത് ഇത്രയും വെയിറ്റ് തലയിലെടുത്ത് നടക്കുമ്പോൾ സൻസാർ കാസാ ദിക്താ ഹെ, ഈ ലോകം എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്ന്. സൻസാർ എന്ന് വെച്ച് കഴിഞ്ഞാല് ലോകം, ദിക്ത ഹെ കാണപ്പെടുന്നത്. സടക് പർ സോത്തെ ഹുए ക്യാസ, അതുപോലെ തന്നെ റോഡിൽ കിടന്നുറങ്ങുമ്പോൾ എങ്ങനെയാണ് ലോകം കാണപ്പെടുന്നത്. ഓട്ടോ മേ രഹത്തെ ഹുए ക്യാസ, അതുപോലെ തന്നെ ഓട്ടോയിൽ കിടക്കുന്ന സമയത്ത് എങ്ങനെയാണ്, ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ലോകം കാണപ്പെടുന്നത് എന്ന് എനിക്കറിയില്ല. മേരെ പാസ് ഉസ്കെ പ്രശ്നോ കാ കോയി ഉത്തർ നഹി, എൻ്റെ പക്കല് ആ വ്യക്തിയുടെ ക്വസ്റ്റ്യൻസിന് പറയാനായിട്ട് ഒരു ഉത്തരം പോലും ഇല്ലായിരുന്നു. കാരണം ഞാൻ ആ ജീവിതം അനുഭവിച്ചിട്ടില്ല, അതാണ് ഓദർ പറയുന്നത്. ഓട്ടോ ചലാത്തെ ഹുए कैसा लगता है, ഓട്ടോ ഓടിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്. ഓട്ടോ ബഡി മുഷ്കിൽ സവാരി ഹെ, സാരാ വക്ത് ഖഡ് ഖഡ് കർത്തി ഹെ. എന്നിട്ട് പറയുന്നത് എന്താണ്, ഓട്ടോ ഉണ്ടല്ലോ വളരെ ബുദ്ധിമുട്ടുള്ളൊരു വണ്ടിയാണ് ഓടിക്കാനായിട്ട്. സാരാ വക്ത് ഖഡ് ഖഡ് കർത്തി ഹെ, എപ്പോഴും ഖഡ് ഖഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാവും, കുലുങ്ങും. ജവാൻ ഡ്രൈവറോ കെ ലിയെ തോ ഠീക്ക് ഹെ, മേരെ ജൈസോ കെ ലിയെ നഹി. ജവാൻ എന്ന് വെച്ചാൽ യങ് ആയിട്ടുള്ള യുവാക്കളായിട്ടുള്ള ആളുകൾക്കൊന്നും കുഴപ്പമുണ്ടായിരിക്കില്ല, അങ്ങനത്തെ ഡ്രൈവർമാർക്കൊന്നും കുഴപ്പമുണ്ടായിരിക്കില്ല. പക്ഷെ മേരെ ജൈസോ കെ ലിയെ നഹി എന്ന് വെച്ചാൽ എന്നെ പോലെയുള്ളവർക്ക് അത്ര എളുപ്പമല്ല. ആപ്കോ പത്താ ഹെ ഓട്ടോ ചലാത്തെ ഹുए कोई मर भी सकता है और फिर सब तरफ से धुआं. मुझे तो तब अच्छा लगता है जब कोई ग्राहक किसी खुली तरफ जा रहा हो. എന്നിട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ഓടിക്കുന്ന അത്രയും ബുദ്ധിമുട്ടാണ്. താങ്കൾക്കറിയോ ഓട്ടോ ചലാത്തെ ഹുए कोई मर भी सकता है, ഓട്ടോ ഓടിക്കുന്ന സമയത്ത് ആരെങ്കിലും മരിക്കും അല്ലെങ്കിൽ മരിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് താങ്കൾക്ക് അറിയോ എന്ന് ചോദിക്കുകയാണ്. और फिर सब तरफ से धुआं, धुआं എന്ന് വെച്ചാൽ പുകയാണ്, എല്ലാ സൈഡിൽ നിന്നും പുക. मुझे तो तब अच्छा लगता है जब कोई ग्राहक किसी खुली तरफ जा रहा हो. എനിക്ക് എപ്പോഴാണ് ഇതൊക്കെ ഇഷ്ടപ്പെടാന്നറിയോ, ഒരു ഗ്രാഹക് എന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ, അതായത് ഓട്ടോയിൽ കയറുന്ന ഒരു ട്രാവലർ ഏതെങ്കിലും തുറസായ സ്ഥലത്തേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ആപ്കി യ ഖാസി ക്യാ ധുവേ കെ കാരൺ ഹെ. അപ്പോൾ ഓദർ ചോദിക്കുകയാണ് നിങ്ങളുടെ ഈ ഖാസി, ഈ ചുമ ഈ ധുവ കാരണമാണോ, അതായത് പുക കാരണമാണോ എന്നുള്ളത്. പത്താ നഹി കിസ് കാരൺ ഷായദ് ഭഗവാൻ കി സസാ ഹോ. എന്നിട്ട് പറയാണ് എന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഷായദ് ഭഗവാൻ കി സസാ ഹോ, ചിലപ്പോൾ ദൈവം തന്നൊരു സസ എന്ന് വെച്ചാൽ ശിക്ഷയായിരിക്കാം എന്ന്. मैं तो बस यही जानता हूँ कि मैं जब धुएं में सांस लेता हूँ तो मेरा ഭീതർ തക് സിക്കുട് ജാത്ത ഹെ. പക്ഷെ എനിക്ക് അറിയാവുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ ധുവേ മേ സാസ് ലേത്താ ഹും, ഞാൻ ഈ പുകയിൽ ശ്വസിക്കുന്ന സമയത്ത് തോ മേരാ ഭീതർ തക് സിക്കുട് ജാത്ത ഹെ. അപ്പൊ എന്റെ ബോഡിയുടെ ഭീതർ എന്ന് വെച്ചാൽ ഉൾഭാഗം വരെ ഇങ്ങനെ സിക്കുട് ജാത്ത ഹെ എന്ന് വെച്ചാൽ ഒരു സങ്കുചിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഉമ്ര ക്യാ ഹോഗി ആപ്കി, താങ്കൾക്ക് ഏതാണ്ട് എത്ര പ്രായം ഉണ്ടായിരിക്കുമെന്ന് ചോദിക്കുകയാണ്. ഉമ്ര എന്ന് വെച്ചാൽ എന്താണ്, പ്രായം, വയസ്സ്. ക്യാ പത്ത ഷായദ് 50 സാൽ. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, ചിലപ്പോ ഒരു 50 സാലായിരിക്കും, 50 വയസ്സായിരിക്കുമെന്ന്. ബസ് ഇത്തന യാദ് ഹെ കി സൻ 62 में मैं 5वीं में पढ़ता था और स्कूल जाना मैंने 8 साल की उम्र से शुरू किया था. അപ്പൊ അദ്ദേഹം പറയുന്നത് ബസ് ഇത്തന യാദ് ഹെ, എനിക്ക് ആകെ ഇത്രേ ഓർമ്മ ഉള്ളൂ.
62 കാലഘട്ടത്തിൽ ഞാൻ 5वीं में പഠിता था, ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. और स्कूल जाना मैंने 8 साल की उम्र में शुरू किया था. അതുപോലെ തന്നെ ഞാൻ സ്കൂളിൽ പോകാനായിട്ട് തുടങ്ങിയത് ഒരു 8 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എന്നുള്ളത്. मैं हिसाब लगाती हूँ, मेरे हिसाब से उसे 40 के ऊपर नहीं होना चाहिए. ഹിസാബ് ലഗാന എന്ന് വെച്ചാൽ കണക്ക് കൂട്ടുക. അങ്ങനെ ഓഥർ കണക്ക് കൂട്ടുകയാണ്. എന്നിട്ട് മേരെ ഹിസാബ് സെ, എന്റെ കണക്ക് കൂട്ടൽ അനുസരിച്ച് ഉസെ 40 के ऊपर नहीं होना चाहिए, ആ വ്യക്തിക്ക് 40 വയസ്സിന് മുകളിൽ പ്രായം കാണാനായിട്ട് ഒരു സാധ്യതയുമില്ല. തബ് ക്യാ ഉസ്കി थकान के सब साल उसमें जुड़ गए हैं. എന്നിട്ട് ഈ റൈറ്റർ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഉസ്കി थकान के सब साल, ആ വ്യക്തിയുടെ ക്ഷീണത്തിന്റെ വർഷങ്ങൾ കൂടെ ആ പ്രായത്തില് ജുഡ് ഗയേ ഹെ, കൂടിച്ചേർന്നിരിക്കുകയാണോ എന്നുള്ളത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ വ്യക്തിനെ കാണുമ്പോൾ അതിലും കൂടുതൽ പ്രായം തോന്നുന്നുണ്ട്. ആ വ്യക്തി കണക്കൂട്ടി പറഞ്ഞതനുസരിച്ചിട്ട് നോക്കുമ്പോഴും പ്രായം കൂടുതൽ കാണുന്നുണ്ട്. പക്ഷെ റൈറ്റർ കണക്കൂട്ടി നോക്കിയപ്പോൾ അത്ര അധികം പ്രായമൊന്നുമില്ല. അപ്പൊ ഈ വ്യക്തിയുടെ ക്ഷീണം കാരണമാണോ ഈ വ്യക്തിയെ ഇത്രയും പ്രായം തോന്നിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. आपके लिए एक अच्छा दिन क्या होता है, താങ്കളെ സംബന്ധിച്ചിട്ട് ഒരു നല്ല ദിവസം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കുകയാണ്. अच्छा दिन कहते ही मेरे मुंह में पानी भर आता है, वर्षा में धुले हरे पत्ते, भीगी भीगी हवा, अध गीली सड़कें, सब आंखों के सामने घूम जाते हैं. अच्छा दिन कहते ही मेरे मुंह में पानी भराता है. अच्छा दिन എന്ന് പറയുമ്പോഴേ എന്റെ വായിൽ വെള്ളം നിറയും എന്നാണ് പറയുന്നത്. വർഷ മേ ധുലെ ഹരേ പത്തെ, മഴയിൽ നനഞ്ഞിട്ടുള്ള പച്ച ഇലകൾ. ധുലെ എന്ന് വെച്ചാൽ നനഞ്ഞിട്ടുള്ള. ഭീഗി ഭീഗി ഹവ, ഭീഗി എന്ന് വെച്ചാലും നനഞ്ഞിട്ടുള്ള കാറ്റ്. അത് ഗീലി സടിക്കെ, അത് ഗീലി എന്ന് വെച്ചാൽ പകുതി നനഞ്ഞ, അതായത് മുഴുവനായിട്ട് ഉണങ്ങാത്ത റോഡുകൾ. സബ് ആഖോ കെ സാമനെ ഘൂം ജാത്ത ഹെ, എല്ലാം എന്റെ കണ്ണിന്റെ മുന്നിൽ വരികയാണ് ചെയ്യുക. ഘൂംന എന്ന് വെച്ചാൽ കറങ്ങുക എന്നാണ്. മുझे नहीं मालूम अच्छा दिन क्या होता है, दो वक्त की रोटी मिल जाए ഗനീമത്ത് ഹെ. ഇപ്പോൾ മേലെ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ഓദർ പറഞ്ഞതാണ്. ഓദറിന്റെ മനസ്സിലെ നല്ല ദിവസം എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളത് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഈ ഡ്രൈവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ മുझे नहीं मालूम, എനിക്കറിയില്ല. അച്ഛാ ദിൻ ക്യാ ഹോത്താ ഹെ, നല്ലൊരു ദിവസം എന്താണെന്ന് എനിക്കറിയില്ല. ദോ വക്ത് കി റോട്ടി മിൽ ജായേ ഗനീമത്ത് ഹെ, 2 നേരത്തെ ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. ഗനീമത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് സന്തോഷമുള്ളത് എന്നാണ് അർത്ഥം. യ മേരാ പെഹ്ലാ പാഠ് ഹെ, हम एक ही शहर में रहते हुए 2 अलग अलग मौसमों में रहते हैं, अन्न और भूख के मौसम में, घर और बेघरी के मौसम में. അങ്ങനെ ഇത് എൻഡ് ചെയ്യണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് യ മേരാ പെഹ്ലാ പാഠ് ഹെ, ഇത് എന്റെ ആദ്യത്തെ പാഠ് ലെസൺ ആണ്. ഹം ഏക് ഹി ഷെഹർ മേ രഹത്തെ ഹുവേ, നമ്മൾ ഒരേ പട്ടണത്തിൽ തന്നെ ജീവിക്കുമ്പോൾ, ഒരേ പട്ടണത്തിൽ ജീവിച്ചുകൊണ്ട്, ദോ അലഗ് അലഗ് മോസമോ മേ രഹത്തെ ഹെ, 2 ഡിഫറെന്റ് ആയിട്ടുള്ള, അലഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള, മോസമോ മേ രഹത്തെ ഹെ, 2 തരം കാലാവസ്ഥയിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ സീസൺസിലാണ് ജീവിക്കുന്നത്. അന്ന് ഓർ ഭൂഖ് കെ മോസം മേ, അതായത് ഒരു ഭാഗത്ത് ഭക്ഷണം, ഒരു ഭാഗത്ത് ഭക്ഷണം ഇല്ലാത്ത വിശന്നിരിക്കുന്നവരും. അതുപോലെ തന്നെ ഘർ ഓർ ബേഘരി കെ മോസം മേ, ഇവിടെ മോസം എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും സീസണിനല്ല ഉദ്ദേശിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഒരു വശത്ത് വിശക്കുന്ന ആളുകൾ ഉള്ളപ്പോൾ ഒരു വശത്ത് സമൃദ്ധിയോടുകൂടി ഭക്ഷണം കിട്ടുന്ന ആളുകൾ. അതുപോലെ തന്നെ ഘർ ഓർ ബേഘരി കെ മോസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടര് ഘർ ഉള്ളവരാണ്, എന്താണ്, വീടുള്ളവരാണ്, അവരുടെ തലയ്ക്ക് മുകളിൽ ഒരു മേൽക്കൂര ഉണ്ട്. പക്ഷെ മറ്റൊരു വശത്ത് എന്താണ്, കുറെ ആളുകൾ ബേഘരി കെ മോസം, ബേഘർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടില്ലാതെ, അവർക്ക് കയറി കിടക്കാനായിട്ട് ഒരു സ്ഥലം പോലും ഇല്ലാതെ ഒരേ പട്ടണത്തിൽ തന്നെ 2 രീതിയിലുള്ള ആൾക്കാരും ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ആൻഡ് കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.